Hi Salman. Hi. Welcome to Aviv Digital Future Talk. Thank you. സോ നമ്മൾ ഈ പർട്ടിക്കുലർ ടോക്കിനകത്ത് നിങ്ങളെപ്പോലെ എൻ്റർപ്രണേഴ്സിനെ വിളിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ലൈക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചേഞ്ചസും ലൈക്ക് അവർ ഈ പർട്ടിക്കുലർ കരിയർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി ഈ പർട്ടിക്കുലർ ഒരു ടോക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് എന്താ പറയുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൽമാനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ to our students and to our viewers. So Salman എന്താണ് and why you are here and why you are the best choice for us on this particular topic, personal branding. Why I'm here എന്നുള്ളത് ചോദിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ബേസിക്കലി സെൽഫ് ലേൺ ചെയ്തുകൊണ്ടാണ്. അപ്പം പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അതിനെക്കുറിച്ച്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു വിപിൻ സാർ, കാരണം ഇങ്ങനെ ഒരു സെഷനിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു. സോ ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായി. ഇറ്റ് വാസ് അമേസിങ് ഫോർ മീ. കാരണം ഞാൻ ഒരു ഡിജിറ്റലി ആണെങ്കിലും ഓൺലൈനിലാണെങ്കിലും അവിവിൽ ഞാനൊരു മെൻറ്റർഷിപ്പ് എടുത്ത ഒരാളാണ്. സോ എൻ്റെ ഒരു മെയിൻ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നതിൽ വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ ആണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പല ഏരിയാസിനെ കുറിച്ചുള്ള എക്സ്പേർട്സുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 2013-14 ആ സമയത്താണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞു വരുന്നത്. കാരണം എൻ്റെ കയ്യിൽ അന്ന് ഫസ്റ്റ് കിട്ടുന്നത് ഒരു ഗാലക്സി വൈ മൊബൈൽ. അന്ന് വേൾഡിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാംസങ് ആണ്. 2013 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇറങ്ങി ലോഞ്ച് ചെയ്ത് വിത്തിൻ 6 മന്ത് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. കാരണം ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എൻ്റെ അമ്മവും പറഞ്ഞു, ഈ എന്താ വേണ്ടി ഈ പറഞ്ഞു എനിക്ക് വാങ്ങിച്ചിരുന്നു പറഞ്ഞു. ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ആ സോണി നമ്മൾ നോക്കിയയുടെ എക്സ്പ്രസ് മ്യൂസിക് പോലത്തെ മൊബൈൽ കുറേ കാലമായിട്ട് യൂസ് ചെയ്ത്, കാരണം വേറെ ഡിജിറ്റലൊന്നുമില്ല. അതിൽ ആകെ 25 MB സ്പേസും അതിൽ എന്താ പറയുക 12 രൂപേൻ്റെ മറ്റേ 500 MB റീചാർജ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാട്ടും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മൊബൈൽ എനിക്ക് കിട്ടുന്നത്. ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്നാണ്. എങ്ങനെയാണ് ഓൺലൈനിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ പല അന്നൊക്കെയാണ് ടൈപ്പിംഗ് ജോബ് എന്ന് പറയുന്നത്, ഓൺലൈൻ ടൈപ്പിംഗ് ജോബ്, അപ്വർക്ക്, ഫൈവറിനെ കുറിച്ചിട്ടൊക്കെ അന്ന് കേട്ട് തുടങ്ങുന്നത് അന്നാണ്. അങ്ങനെ പല റിസർച്ചുകളും ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് യൂട്യൂബും ഗൂഗിളൊക്കെ ഇരുന്ന് സെർച്ച് ചെയ്യലും പല വേണ്ടാത്തതും വേണ്ടതൊക്കെ സെർച്ച് ചെയ്യുന്ന പരിപാടി. കാരണം നമ്മളെ കയ്യിൽ കിട്ടുന്ന സാധനം ഭയങ്കര പവർഫുൾ ആണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 ആ സമയത്താണ് നമ്മൾ ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഓൾ ഇന്ത്യ ലെവലായിട്ട് എല്ലാവരും ഡിജിറ്റൽ എന്ന് പറയുന്ന ഇന്ത്യയിൽ കംപ്ലീറ്റ് ചേഞ്ചായി. ആ ഒരു മൊമെൻറ്റിൽ എല്ലാവരും ഇൻ്റർനെറ്റ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. ഞാനും കുറച്ച് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ മൾട്ടിമീഡിയ പഠിച്ച് ദുബായിൽ പോയി. ദുബായിൽ ഏകദേശം 2-2.5 വർഷക്കാലം ഞാൻ ആദ്യം വർക്ക് ചെയ്തൊരു ഹോട്ടലിലാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഇൻ്റർനെറ്റിനെ കുറിച്ചിട്ടും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ടും ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും എന്തൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ പഠിക്കാൻ പറ്റും അതൊക്കെ നമ്മൾ സെൽഫായിട്ടിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ ഫസ്റ്റായിട്ട് അന്ന് ആമസോണിൽ നിന്ന് ഞാൻ അവിടുന്ന് ഒരു ലാപ്പും പർച്ചേസ് ചെയ്ത്. വളരെ ചെറിയ പൈസ, അന്ന് 300 ദിർഹംസ് അങ്ങനെ, നാട്ടിലെ 10,000 രൂപക്കൊക്കെ ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ പിന്നെ അതിലായി പരിപാടി. ഗൾഫിൽ നിന്ന് തന്നെ ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ. അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഒരു സാധ്യത ശരിക്ക് മനസ്സിലാക്കുന്നതും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സായിട്ട് അന്ന് മലയാളത്തിൽ എവിടെയും കിട്ടാനില്ല. സോ അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു. കാരണം ഇനി എന്താ ചെയ്യുക എവിടുന്ന് കിട്ടുക. അപ്പോൾ കുറേ ആൾക്കാർ കോഴ്സ് ചെയ്യുന്നതൊക്കെ ഇംഗ്ലീഷിലാണ് അല്ലെങ്കിൽ ഹിന്ദിയിലാണ്. നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ അന്ന് ഗാരേബിനെ കുറിച്ചിട്ടും നീൽ പട്ടേലിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെ പഠിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ മെയിൻ തിങ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഞാൻ തുടങ്ങിയത് 2020ലാണ്. അതുവരെ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് വലിയ നോളജൊന്നുമില്ല. കാരണം ഇൻഡസ്ട്രി അറിയാം, പണിയെടുക്കാനറിയാം, പൈസ ഉണ്ടാക്കാനും അറിയാം, ഈ ഒരു തോട്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ചെയ്തത് എൻ്റെ നെറ്റ്വർക്കിംഗ് ആണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി 2019ലാണ് DXito. അന്ന് ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിൽ ജസ്റ്റ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടുമായി ഡിസ്കസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രീലാൻസ് ആയിട്ട് അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിൽ പറഞ്ഞ പോലെ ഒരു IT ഫേമിലാണ്. അപ്പോൾ അവിടെ അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. അവരോട് ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നോക്കി നീ വർക്ക് എടുത്ത് നീ തന്നെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു DXito എന്നുള്ളൊരു പേര് ഇട്ടു. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അന്ന് DXito എന്നല്ലായിരുന്നു, ഫസ്റ്റ് ഡിജിബിസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു കമ്പനിയുടെ ഫേം. പിന്നെ അത് DXito എന്നാക്കി മാറ്റി. എൻ്റെ ഒരു ഫ്രണ്ടുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് ആ പേരിലേക്ക് എത്തുന്നത് ഞങ്ങൾ.
അങ്ങനെ DX20 ഒരു ഫുൾ ഫോം വരുന്നത് മീനിങ് വരുന്നത് ശരിക്കും സക്സസ് എന്നാണ്. ഡിജിറ്റൽ സക്സസ് സ്പാനിഷ് വേർഡാണ്. അങ്ങനെ നാട്ടിലേക്ക് വന്ന സമയത്ത് കോവിഡ് ഹിറ്റ് ചെയ്തു. 2019 കഴിഞ്ഞ് 20 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കോവിഡ് കംപ്ലീറ്റ്ലി ഹിറ്റ് ചെയ്തു. ഒരു പണി ആർക്കും ഇല്ല. അതുകൊണ്ടാണോ നാട്ടിലേക്ക് തിരിച്ചു വന്നത്? അല്ല, ഞാൻ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ മാരേജിന് വേണ്ടി വന്ന. ഞാൻ ഒരിക്കലും ജോബ് റിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചതൊന്നുമില്ല. കാരണം എനിക്ക് ജോബും കിട്ടുന്നുണ്ട്, എക്സ്റ്റേണലി നല്ല വെബിൻ്റെ വർക്ക് വരും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല റിസോഴ്സ്. അപ്പം ഞാനിതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ഇരുന്ന് ചെയ്ത് കൊടുക്കും, അതിനൊരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുക, ഇതൊക്കെ തന്നെ പരിപാടി. കാരണം എനിക്ക് അന്ന് ഈ ടെക്നിക്കൽ സൈഡ് നാട്ടിൽ നല്ല നെറ്റ്വർക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ. അപ്പോൾ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ കുറേ ഫ്രണ്ട്സൊക്കെ അതിലിപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. കൊച്ചിയിലേക്കുള്ള ഒരുപാട് ഫേംസുമായിട്ട് എനിക്ക് നല്ല ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വർക്ക് എടുക്കും, ചിലതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചിലങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി നല്ല ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ സർവീസ് ബേസിക്കലി സർവീസ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന അതൊന്നും ആ ടേം ഒന്നും അറിയില്ല. പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് തന്നെ ഡാൻലോക്കിൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. ഡാൻലോക്ക് എന്ന് പറഞ്ഞാൽ ഡാൻലോക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം അഗ്രസീവ്ലി പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത ഒരു പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീഡിയോ ഡെയിലി കാണും. ഞാൻ ആളുമായിട്ട് ചാറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അന്ന് ആളത്ര സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷെ ഇവോൾവിംഗ് ആണ്. ഇന്ന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആൾക്കുണ്ട്. അന്നൊന്നും അത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ആളുമായിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ്. കാരണം എത്ര പ്രിസൈസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ വേണമെങ്കിൽ ചെയ്താൽ മതി, ഇത് നിങ്ങളുടെ ലൈഫാണെന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. അത് കണ്ട് അവസാനം ആളുടെ ഒരു കോപ്പി റൈറ്റിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരുപാട് സ്കോപ്പ് ഇനി നാട്ടിലുണ്ട്. ഞാൻ നാട്ടിൽ വന്ന് കോവിഡ് ഹിറ്റ് ചെയ്തപ്പോൾ പിന്നെ ഒരു 5-6 മാസത്തിന് ഒരു പണിയുമില്ല, തിരിച്ചു പോകാനും കഴിഞ്ഞില്ല. അവിടുത്തെ സാറ് എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇവിടെ വന്നൊരു കാര്യമില്ലടാ, ആകെ പണി കിടക്കാന്ന് പറഞ്ഞു മൂപ്പര്. ഞാൻ പറഞ്ഞു ആക്കിയട്ടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അങ്ങനെ ഇരുന്നിട്ട് ഫസ്റ്റ് എൻ്റെ അടുത്ത് അന്നൊരു ഐഫോൺ ഉണ്ട്, 7+ ആണ്. ആഗ്രഹിച്ച് വാങ്ങിയൊരു ഫോണാണ്, നല്ല ക്യാമറ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൂമിൻ്റെ ജനലിൻ്റെ മുമ്പിൽ ഒരു കുപ്പി വെച്ചിട്ട് ആ കുപ്പിമ്മൽ തിരിച്ച് വെച്ച് വീഡിയോ എടുത്തു, സെൽഫായിട്ട് വീഡിയോ എടുത്ത്. ആ വീഡിയോ ഒന്ന് ഞാൻ അവിടെ ഷോക്കേസ് ചെയ്ത് ബ്രാൻഡ് വിത്ത് സൽമാൻ ഷോ, അത് അതിൽ പോയാൽ കാണാൻ പറ്റും. ആ വീഡിയോ എപ്പോഴും അതിലുണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ അടുത്ത് തോന്നുന്നു, പക്ഷെ അതിൻ്റെ ലിങ്ക് കാണണം. അവിടെയാണ് എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊന്നുമല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഇങ്ങനെ പറയണം എന്നൊരു തോട്ട്. ഞാൻ പറയുമ്പോൾ അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, 3-4 വീഡിയോ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിലൊക്കെ കയറിയിട്ട് അവിടെ ഒരു ട്രൈപോഡ് ഞാൻ അന്ന് ആദ്യമായിട്ട് ഓൺലൈനിൽ നാട്ടിൽ പർച്ചേസ് ചെയ്യുന്ന ട്രൈപോഡ് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു ബോയുടെ ഒരു മൈക്കും വാങ്ങിയിട്ട് ഇതിന്മേൽ കണക്ടർ ഇല്ലാണ്ട് വേറെ കണക്ടർ മാർക്കറ്റിൽ പോയി വാങ്ങി ഭയങ്കര ഇതായിരുന്നു. എന്നിട്ടാണ് പിന്നെ സൗണ്ട് പോകാൻ വേണ്ടി കുറേ നോയ്സ് കാരണം ഫസ്റ്റത്തെ 3-4 വീഡിയോയിൽ ഇപ്പോഴും കാക്ക കരയണതും കോഴി കരയണതൊക്കെ ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ചെയ്ത് അപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങും. വീഡിയോക്ക് ഇൻഫർമേഷൻ കൊടുക്കണമല്ലോ, എഡ്യൂക്കേറ്റ് ചെയ്യണമല്ലോ ആൾക്കാരെ. ഇതിലിങ്ങനെ റിസർച്ച് ചെയ്ത് കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചും. അന്ന് ഞാൻ നാട്ടിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യന് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത് 4 years മുമ്പുള്ള കഥയാണ്. എൻ്റെ നാട്ടിൽ ആർക്കും അറിയില്ല എന്താ സംഭവം എന്നല്ല. ഇപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സൽമാൻ സത്യം പറ, എന്താ പണി, സത്യം പറ എന്ന് ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്നാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തു കൺസിസ്റ്റൻ്റ് ആയിട്ട്. ചിലപ്പം മന്ത്ലി 1-2 വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് ഇതൊരു മൈക്രോനീഷിലേക്ക് ഞാനിങ്ങനെ കമ്പനീനെ ഇങ്ങനെ പൊസിഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡ് കുറച്ചും കൂടി കൊണ്ടുപോകണം. ഇതുപോലെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് അവെയർഡ് അല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ള മനസ്സിലാവും. വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ പ്രൊഫൈൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് എവിടെയും നോക്ക് ചെയ്ത് കയറാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. റീച്ചോടെ ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ റീസൺലി ഞാൻ പറഞ്ഞു അവിടെ ഷൂട്ട് ചെയ്ത് ഫ്രഷ് ടു ഹോമിൻ്റെ മാത്യു ജോസഫ് സാറായിട്ടാണ് ഒരു പോഡ്കാസ്റ്റ് ചെയ്തത്. അടുത്ത് ഞാൻ പേര് റിവീൽ ചെയ്യുന്നില്ല, വൺ ഓഫ് ദ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരാളെയാണ് അടുത്ത് ഞാൻ പോഡ്കാസ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് നമുക്ക് സൂൺ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് മെയിൻ തിങ് നമ്മുടെ നെറ്റ്വർക്കിംഗ് ആണ്.
സോ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ ബിൽഡ് ചെയ്യണം. എസ്പെഷ്യലി ഞാൻ വിപിൻ സാറെ കണ്ടുമുട്ടിയത് മുതൽ ഇന്ന് വരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ എങ്ങനെയെങ്കിലൊക്കെ ഇടയ്ക്കൊരു മെസ്സേജ്, എന്താ സാറ് വിശേഷം, സുഖമല്ലേ, ഈ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുക എന്ന് പറയാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബെസ്റ്റ് കണക്ട് ചെയ്ത് പോയി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ വിളിക്കുന്നതിൻ്റെ അപ്പുറം ഇടയ്ക്കൊക്കെ അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. സാറേ എന്തെല്ലാം വിശേഷം, സുഖമല്ലേ, അടിപൊളിയാണ് കേട്ടോ, വീഡിയോ ഞാൻ സാറിന് ഇടയ്ക്ക് മെസ്സേജ് ഇനി അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കണ്ടേ എങ്ങനെ അടുത്ത നെറ്റ്വർക്കൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്ര നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഒരുപാട് പോയിട്ട് ഇങ്ങനെ വെറുതെ കണക്ട് ചെയ്യണ്ട. ഓരോ സമയം വരുമ്പം കണക്ട് ചെയ്ത അടുത്ത കുറച്ച് കാലം എന്ത് ചെയ്യാം, അവരുമായിട്ട് എൻഗേജ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രം അവരെ കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോഴും അവരുമായിട്ട് കണക്ട് ചെയ്യുന്നത് വളരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ ഈ യൂട്യൂബിൽ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ എൻ്റെ ഒരു സാധനം കാണുന്നത്. അവിടെ ഷോർട്ട് വീഡിയോസ് ട്രെൻഡായി നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, വെറുതെ ഡെയിലി ഇരുന്നിട്ട് എന്താണ് മെറ്റാ ആഡ്സ്, എന്താണ് ഗൂഗിൾ ആഡ്സ്, ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് വെറുതെ സ്റ്റോറിയിലായിട്ടും റീൽസിലായിട്ടും ഇങ്ങനെ ഇടാൻ തുടങ്ങി. കറൂസൽ പോസ്റ്റേഴ്സ് ആയിട്ടാൻ തുടങ്ങി. ഇത് ഓട്ടോമാറ്റിക്കലി ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഞാനൊരു മൈക്രോനീഷ് ആവണമെന്ന് വീണ്ടും തീരുമാനിച്ചു. അങ്ങനെയാണ് ബ്രാൻഡ് വിത്ത് സൽമാൻ എന്ന് പറയുന്ന ഒരു ടാഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം അതുവരെ സൽമാൻ അൽ ഫാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ഒരു സ്പെഷ്യലൈസ് ചെയ്യണമെന്നൊരു തോട്ട് വന്നു. അങ്ങനെ ബ്രാൻഡ് വിത്ത് സൽമാൻ, എന്തിനാണ് ബ്രാൻഡ് വിത്ത് സൽമാൻ? സോ ബേസിക്കലി ഒരുപാട് കരിയറിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദേ ആർ സ്ട്രഗ്ലിങ് ഹൗ ടു ഡു ദെയർ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളൊരു സാധനത്തിലേക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ മാത്രമാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റ് അങ്ങനെ മാറ്റിയത്. അങ്ങനെ പേഴ്സണൽ ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് ആയിട്ട് ഇന്ന് ഞാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇൻ കേരള എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ബ്രാൻഡിങ് ഗ്ലോബലി സെർച്ച് ചെയ്യുമ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് കൺസൾട്ടൻറ്റ് സെർച്ച് ചെയ്യുമ്പോൾ 6th പൊസിഷനിൽ 7th പൊസിഷനിൽ എൻ്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ആ വെബ്സൈറ്റ് കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഞാൻ ചെയ്തിട്ടുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 30+ ഓൺടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു ഗ്രോ ദെയർ പ്രൊഫൈൽ. ഈ സംഭവം അത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയൊന്നുമില്ല. അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണോ അവർക്ക് ആപ്റ്റ് ആവുന്നത്, അവർക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്, സോഷ്യൽ മീഡിയയിൽ അവിടെ കൊണ്ടുവരാം. ഇനി സോഷ്യൽ മീഡിയ അല്ലേ, അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും വേണ്ട, റൈറ്റിംഗ് വേണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചാനലിൽ പോകണം, ഒരു ഇൻ്റർവ്യൂ, ഒരു യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ചാനൽ, അല്ലെങ്കിൽ പത്രത്തിൽ വരണം എന്നാണ്. സോ ഒരാൾക്ക് അറിയപ്പെടാനുള്ള എന്ത് മീഡിയ ആണോ അയാൾക്ക് കംഫർട്ട് അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ എക്സ്പേർട്ട് ആവുക ഒന്ന്, നമ്മളെ എക്സ്പെർട്ടൈസ് മറ്റുള്ളവരെ അറിയിക്കുക രണ്ട്, ഇത് രണ്ടും ഉള്ളൂ പേഴ്സണൽ ബ്രാൻഡിങ്ങിനും ഒരു ബേസിക് തിയറി. എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ആളുകളുടെ പെർസ്പെക്റ്റീവ് അവരുടെ അടുത്ത് നിന്ന് കിട്ടും. കാരണം എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചത് മാത്രം അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ മണ്ടത്തരാവും. അപ്പോൾ ഇതിലുള്ള എക്സ്പെർട്ടായിട്ടുള്ള ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് പോവുക, അതിങ്ങനെ അവരുടെ നിന്ന് ഇൻഫർമേഷൻ എടുക്കുക, അത് അപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ സൽമാൻ, നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡിങ് എന്താണെന്ന് പറഞ്ഞു. സോ ലൈക്ക് ഇപ്പം ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ്ങിനകത്തോട്ട് വരാൻ തന്നെ. സോ ലൈക്ക് നമുക്കിപ്പം കൂടുതൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആണ്, സ്റ്റാർട്ടിങ് വിത്ത് കരിയർ. അവരാണ് നമ്മുടെ മെയിൻ ഈ പർട്ടിക്കുലർ ചാനലിനകത്ത് വരാൻ പോകുന്നത്. സോ ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ +2 ആണ്. സോ പേഴ്സണൽ ബ്രാൻഡിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? ലൈക്ക് നോട്ട് ഓൺലി ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ, ഞാൻ ഓവറോൾ ജനറൽ ആയിട്ട് തന്നെ പറയുകയാണ്. ഈ പർട്ടിക്കുലർ എറയിൽ എസ്പെഷ്യലി നമ്മൾ പറയുക ഡിജിറ്റൽ എറയാണ്, എവറി വൺ ഈസ് ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോറി ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ പുറത്താണ്. സോ വാട്ട് ഡു യു തിങ്ക്, ലൈക്ക് പേഴ്സണൽ ബ്രാൻഡിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ഹൗ ദേ ക്യാൻ ബിൽഡ് ദിയർ പേഴ്സണൽ ബ്രാൻഡ് ഇഫ് ദേ വാണ്ട്? രണ്ട് ചോദ്യങ്ങളാണ് ഇതിനകത്ത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനിപ്പോൾ ഇന്നിവിടെ ഇരിക്കണമെന്നുള്ളത് എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് മാത്രമാണ്. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല വിപിൻ സാർ എന്നെ ഇൻവൈറ്റ് ചെയ്യോ? ഇല്ലല്ലോ, പേഴ്സണൽ ബ്രാൻഡിങ് തന്നെ ആയതുകൊണ്ടാണ്. അല്ല, ഞാൻ എന്നെ ആ ഒരു സെഗ്മെന്റിൽ പൊസിഷൻ ചെയ്തുകൊണ്ട് കൂടിയാണ്. മീൻസ് ഞാൻ എന്നെ ആരും അറിയില്ല. ഈവൻ ദോ സാർ വരുന്ന ആൾക്കാർ ലിങ്ക്ഡ്ഇൻ ട്രെയിനിങ് അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒന്ന്. രണ്ടാമത്തെന്ന് വെച്ചാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ കരിയർ, ലൈക്ക് ഒരു സ്റ്റുഡൻറ്റ് ആഫ്റ്റർ ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്താണ് നമ്മൾ പെർസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് എൻ്റെ കരിയർ ഇവിടെ എത്തണം, അപ്പം മേ ബി ഞാനൊരു നല്ല ഓൺട്രപ്രണർ ആകാനാവും ആഗ്രഹിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ആവാനാവും ആഗ്രഹിക്കുന്നുണ്ടാവുക, അതും അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യണം, ഒരു വൈറ്റ് കോളർ ജോബ് കിട്ടണം. ഇത് മൂന്നാണെങ്കിലും നിങ്ങളെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഇത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പല ആൾക്കാർക്കും ഇതിൽ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും, മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാവും. ഞാൻ ഇനി എന്താ ചെയ്യുക, എനിക്ക് അവിടെ എത്തണം. ഇത് എവിടേക്കാണ് പോകണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദിസ് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി വേണം. സാറ് നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ,
അത് 0 തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇന്ന് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ 0 എനിക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എനിക്ക് ഫിനാൻഷ്യലൊക്കെ റെഡിയാണ്. അപ്പോൾ എന്താ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഉള്ളത് എൻ്റെ മൈൻഡ് ബ്ലോക്ക് മാത്രമായിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എക്സ്പേർട്ടാണ് എന്നുള്ളത് മറ്റുള്ളവരെ കൂടി പറയാതെ ഒരിക്കലും എന്താവില്ല, അവിടെ എത്തൂല. നമുക്കിപ്പം എൻ്റെ ഉമ്മ എപ്പോഴും പറയും കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ കരയുക എന്ന് പറയുന്നത് ബേസിക്കലി അതിന് തിയറി മാറ്റിയാൽ മതി. നമ്മളിവിടെ ഉണ്ട്, എൻ്റെ എക്സ്പെർട്ടൈസ് ഇതാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് മീ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുക, ആളുകളെ ഈ നമ്മൾ ഏത് നീഷിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുന്ന നീഷിനെ കുറിച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അത് മീഡിയം ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല, എഴുതാനും അറിയില്ല, ജസ്റ്റ് എഴുതി വെക്കുക, കംപ്ലീറ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കുക, എന്നിട്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് സ്പോട്ടിഫൈയിൽ അല്ലേ സ്പോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റേഴ്സിൻ്റെ ഒരു സാധനമുണ്ട്, അത് ആപ്പിളിൻ്റെ പോഡ്കാസ്റ്റ് ഉണ്ട്, എവിടെയും കൊണ്ടിടാം. എന്നിട്ട് എന്താ നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ പലപ്പോഴും ഞാൻ ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെപ്പോഴും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ്, ഫേസ്ബുക്കിൽ വളരെ കുറവാണ്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ ഇതിൽ മാത്രമായിരിക്കും എൻഗേജ്, ഇതിൽ മാത്രമായിരിക്കും അവർ സ്റ്റോറി ഇടലും സ്റ്റാറ്റസ് ഇടലും അല്ലെങ്കിൽ പോസ്റ്റ് ഇടലൊക്കെ. വൺസ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിന് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാം, ടാർഗറ്റഡ് ഓഡിയൻസിന് നെറ്റ്വർക്ക് ചെയ്യാം, ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാം, രണ്ടുപേരെ നെറ്റ്വർക്ക് ചെയ്യാം. ഈ നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മുടെ അടുത്തൊരു പവർഫുൾ ആയിട്ടുള്ള മീഡിയ ആണ് വാട്സപ്പ് എന്ന് പറയുന്നത്. വാട്സപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺടാക്റ്റ് ഞാൻ സേവ് ചെയ്യണം, എൻ്റെ കോൺടാക്റ്റ് നിങ്ങളും സേവ് ചെയ്യണം. സോ നമ്മൾ അടിപൊളിയായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ വാട്സപ്പിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഇടുന്ന സ്റ്റാറ്റസ് എന്തായിരിക്കണം, നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസിനെ കാണിക്കുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആയിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ കോൺടാക്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്കതും പോഡ്കാസ്റ്റും പെർഫോമൻസ് മാർക്കറ്റിംഗ് ആയിരിക്കും എൻ്റെ കോണ്ടന്റ് വാട്സപ്പിൽ വരിക. അല്ലാതെ ഞാൻ നാട്ടിൽ കറങ്ങാൻ പോയിന്നോ അല്ലെങ്കിൽ അവിടെ പോയിന്നോ ഇവിടെ പോയിന്നോ ചായ കുടിച്ചു എന്നുള്ളത് ഒരു സാധനം ഞാൻ ഷെയർ ചെയ്യാറില്ല. ഇതിലൂടെ എനിക്ക് മന്ത്ലി അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 ലീഡ് കൺവേർട്ട് ആവാറുണ്ട്. അതേതെങ്കിലും രീതിയിൽ കൺവേർട്ട് ആവാറുണ്ട്. നമ്പർ ഓഫ് ലീഡ്സ് ഒക്കെ നോക്കാൻ ഒരുപാടുണ്ടാവും. പല ആളുകളും എന്നെ റെഫർ ചെയ്യാറുണ്ട്, എന്നെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര ഇൻഡസ്ട്രി ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ എന്താ, നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള അവർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും, അവർ നമ്മളെ റെഫർ ചെയ്യും, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും. രണ്ടാമത്തേത് നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസ് ഗ്രൂപ്പ് ഇത് കാണുകയാണെങ്കിൽ അവരെന്തായാലും നമ്മൾ റീച്ച് ഔട്ട് ചെയ്യും അപ്പോൾ ഇത് രണ്ടും പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് ഞാൻ ലിങ്ക്ഡിനിൽ കുറേ പോസ്റ്റ് ചെയ്താൽ മാത്രം എന്നുള്ളതാണ്. അതല്ല, വേറെയും മീഡിയംസ് ഉണ്ട്, വേറെയും വഴികളുണ്ട്. നമ്മൾ എക്സ്പെർട്ട് ആണെന്ന് നമ്മളെ ടാർഗറ്റഡ് നിഷിന് മാത്രം അറിഞ്ഞാൽ മതി. ഒരുപാട് വേഗമായിട്ടൊന്നും ഇതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇത് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ദാറ്റ്സ് ഇറ്റ്. സോ സൽമാൻ, വെരി ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരാൾ ഒരു കോഴ്സിന് ചേർന്ന് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 months ജേർണിയാണ്. ആ ജേർണി കഴിഞ്ഞിട്ട് അവർക്ക് ജോബ് തേടാൻ പോകണം. സോ നമ്മൾ ഈ 6 month സെക്ഷനകത്ത് അവർക്ക് നല്ലൊരു ടൈമുണ്ട്, പഠിക്കാൻ, സ്കിൽ ആവാം, എല്ലാ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. സോ ഈ പർട്ടിക്കുലർ 6 months എങ്ങനെ അവർക്കൊരു പേഴ്സണൽ ബ്രാൻഡും കൂടെ ബിൽഡ് ചെയ്തെടുക്കാം? ലൈക്ക് വാട്ട് വുഡ് ബി ദ സ്ട്രാറ്റജി? ഒരു സ്ട്രാറ്റജി പോലെ ഒരു ലേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് സ്റ്റാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ്, പിന്നെ ഇത് എങ്ങനെ ഫ്ലോ, എങ്ങനെ കണ്ടന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഫ്ലോ പറയാൻ പറ്റുമോ? ലൈക്ക് എങ്ങനെ അവർക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ എടുക്കാം, അല്ലെങ്കിൽ ഒരു 6 month ജേർണി ആണല്ലോ. 6 മാസം എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ് സെറ്റ്, 6 മാസം നമ്മളിതിൽ കൊടുത്തൊരു മൈൻഡ് സെറ്റാണ്. ഈ 6 മാസം നമ്മൾ പണിക്ക് പോകണ്ട, ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മുടെ ഫാമിലിയിലും നമ്മുടെ സെൽഫായിട്ടും നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ കരിയറിലേക്ക്, ഒരു ജേർണിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എക്സാക്ട്ലി നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രീ ആണ്, ആരും ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരു ടൈമാണ്. ഇവിടെ നമുക്ക് പ്രഷർ ഇല്ലാത്തൊരു ടൈമാണ്. നമുക്ക് പഠിക്കണം എന്ന് പറയുന്നത്, എസ്പെഷ്യലി സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നുള്ള തോട്ട് പ്രോസസ് ആയിരിക്കും. അപ്പോൾ അക്കാദമീഷ്യൻസ് ആയാലും
എന്താ പറയുക ഫാമിലി നാലും അങ്ങനെ നിങ്ങൾ പഠിച്ചങ്ങ് കഴിച്ചില്ല നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ പഠിച്ചോ, ലാസ്റ്റ് ചോയ്സ് ആണ് അല്ലേ, എന്താ നിങ്ങളുടെ അവസാനത്തെ ബസ് ഞങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം, ഈ ഒരു മൈൻഡ് സെറ്റില്ല. അപ്പം ഇങ്ങനെ ഇറങ്ങുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഡേ 1 മുതലുള്ള ജേണലിങ്. അവർ ആ ഡേ എന്ത് പഠിച്ചു അത് അവർക്കൊരു കോണ്ടന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. സോ ഇത് എന്താ സംഭവിക്കുക, 6 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ 90+90 ഏകദേശം 160 അല്ലേ ദിവസങ്ങളുണ്ട് അല്ലേ, 180 ദിവസങ്ങളുണ്ട്. 180 ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അൽഗോരിതം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 100 കോണ്ടന്റ് കയറി കഴിഞ്ഞാൽ ഒരു കോണ്ടന്റ് ഡെഫിനറ്റ്ലി വൈറലായിരിക്കും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 100 കോണ്ടന്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുകയാണെങ്കിൽ ഒരു കോണ്ടന്റ് അത് നിങ്ങളെ ഗതി തന്നെ മാറ്റും, ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും. ഇത് എസ്പെഷ്യലി നിങ്ങൾ ഏത് കരിയറാണോ ചൂസ് ചെയ്യുന്നത് ആ കരിയറിനെ കുറിച്ചിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം ആസ് എ ഫൗണ്ടർ, ഞാനൊരു ഫൗണ്ടറാണ്, ഇപ്പോൾ എൻ്റെ കമ്പനിക്ക് എനിക്കൊരു പെർഫോമൻസ് മാർക്കറ്റർ വേണം. അയാൾ പഠിക്കുന്ന സമയത്ത് ഡേ 1 മുതൽ അയാളുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് കരിയറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അയാൾ പുതിയ ടൂള് പഠിക്കുന്നു, ഞാനിത് പഠിച്ചു, ഇത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഇത് നിങ്ങളുടെ ബഗ്സ് ഇതാണ്, ഇത് മിസ്റ്റേക്സ് ഇത് ഞാൻ ലേൺ ചെയ്തു, ഇത് ഞാൻ ക്ലിയർ ചെയ്തു. ഇങ്ങനെ ഡേ 1 മുതൽ എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും അവർക്ക് ഏറ്റവും ഫീലിംഗ് അതാണ്, ഞാൻ എക്സ്പേർട്ട് ആണെങ്കിൽ എനിക്ക് കണ്ടന്റ് ഇടാൻ പറ്റത്തുള്ളൂ. എന്തിന് എക്സ്പേർട്ട് ആവേണ്ട ആവശ്യം? ഡേ 1 മുതൽ മിസ്റ്റേക്സ് നിന്ന് ലേൺ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടോയെന്ന് മാത്രമേ ഒരു ഓൺടർപ്രണർ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ബേസിക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് സാധനങ്ങളാണ്, അത് കുറച്ച് ടെക്നിക്കലും ആയിരിക്കും, പക്ഷേ ബേസിക് സാധനങ്ങളായിരിക്കും. അതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവൻ സെൽഫായിട്ട് ലേൺ ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇവിടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ കോഴ്സ് ആയാലും അവൻ വീണ്ടും പഠിക്കാൻ വേണ്ടി അവിടെ കയറേണ്ടി വരും. അപ്പോൾ പഠിക്കാൻ വേണ്ടി കയറുമ്പോൾ അവർ പൈസ തരില്ല അല്ലേ. ഞാനായാലും ഇപ്പം ഇന്റേൺഷിപ്പ് എടുക്കുകയാണ്, ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യും. ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കും എന്താ പഠിച്ചേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസിക് 1-2 GTM അറിയോ, എന്നെ ഇൻ്റഗ്രേറ്റ് ഇല്ല, പിക്സൽ ഇൻ്റഗ്രേറ്റ് ഇല്ല, അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതൊക്കെ. സോ സാലറി ഇല്ല, യു ക്യാൻ ജോയിൻ ആസ് എൻ ഇൻറ്റേൺ വിത്തൗട്ട് സാലറി. അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, സാർ ഞാനത് പഠിച്ചു, എനിക്ക് ഇത്ര സാലറി വേണം, ദെൻ ഐ വിൽ കണ്ടിന്യൂ. ഇങ്ങനെ പറഞ്ഞു അതാണല്ലോ. ഇവിടെ ഒരു 70,000 1 lakh 2 lakhs കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഫീസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ദ സീരിയസ് തിങ്, ഈ 70,000 അല്ലെങ്കിൽ 50,000 കൊടുക്കാനില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫിനാൻഷ്യൽ ആ ഫണ്ടിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് ആദ്യം തിങ്ക് ചെയ്യുക. സോ സ്റ്റാർട്ട് ഡേ 1 നിങ്ങൾ എന്ത് മിസ്റ്റേക്സ് ചെയ്തോട്ടെ ജേർണൽ ചെയ്യുക. അത് നിങ്ങൾ ജേർണലിംഗ് ആണ്. ആ ജേർണലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കോണ്ടന്റ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോഗായിട്ടോ ലിങ്ക്ഡിൻ ആർട്ടിക്കിളായിട്ടോ പോഡ്കാസ്റ്റ് ആയിട്ടോ എന്ത് മീഡിയ പോഡ്കാസ്റ്റിലേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. സോ പോയിന്റ് നമ്പർ 2 ഈസ് പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ ഈസ് ലൈക്ക് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐ എം ഡാം ഷുവർ, ഞാൻ നേരത്തെ വൈറൽ ആവുക മാത്രമല്ല ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടെന്ന് വരില്ല. മേ ബി ഒരു 3 month കൊണ്ടോ 4th month നിങ്ങളുടെ കരിയർ മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ല ഫോക്കസ് കിട്ടും. ഇപ്പോൾ ഞാനൊരിക്കലും വിചാരിച്ചിട്ടൊന്നുമില്ല ഒരു പേഴ്സണൽ ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇവിടെ പൊസിഷൻ ചെയ്യാൻ പറ്റുന്നൊന്നും. പക്ഷേ അത് ഈ ജേർണിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോൺഫിഡൻറ്റാണ്, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ്. അത് ആളുകൾ എന്നോട് പറഞ്ഞാൽ നിനക്ക് പേഴ്സണൽ ബ്രാൻഡിങ് കൺസൾട്ടൻ്റാ ബെസ്റ്റ്, നിന്റെ നീഷ് അതാ, ഞാൻ പോലും അറിയാതെ എന്നോട് പറഞ്ഞ ആൾക്കാർ. പക്ഷെ കാരണം ഇന്നിപ്പം ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ആളെ മീറ്റ് ചെയ്ത് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടാണ് ഓൾറെഡി. അവൻ പറയണേ സൽമാനെ എനിക്ക് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യണം, ഈയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ പറഞ്ഞു ഞാനെന്ത് ഇൻസ്പിറേഷൻ, കാരണം നീ മാത്രം ഇവിടെ ഈ തുടങ്ങിയ മുതൽ ഇതുവരെ നീ മാത്രം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, വേറെ ആരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ആ കൺസിസ്റ്റൻ്റ് ആണ്. അപ്പം ഇത് ഇവിടെ ആവാനുള്ള കാരണം ഇതുകൊണ്ട്. അപ്പം സോ ഈ 3 കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പറയുന്നത് മാത്രമല്ല, എക്സ്പേർട്സ് ഒരുപാടുണ്ട്. എല്ലാവരുടെ അടുത്തുനിന്നും ബുക്ക് വായിക്കുന്ന പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തുനിന്നും ഒപ്പീനിയൻസ് എടുക്കുക. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ, ഞാൻ കഴിഞ്ഞ 5 വർഷം 12-13 ബിസിനസ് കൺസൾട്ടൻറ്റുമാർ ഞാനും മുസ്തഫ ഇരുന്നിട്ടുണ്ടാവും, ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എങ്ങനെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിന് എല്ലാവരുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ചിലത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും, ചിലത് ഫെയിലാവും, അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല,
അപ്പോൾ ഇതാണ് ബേസിക്കലി. പിന്നെ എക്സ്പേർട്ട് ആണോ എന്ന് നോക്കി കഴിഞ്ഞാൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുമായിട്ട് എന്താ പറയുക അവരുടെ മെൻറ്റർഷിപ്പ് എടുക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ സാറിന് മെൻറ്റർഷിപ്പ് എടുക്കുന്നത് എന്തുകൊണ്ട് സാർ ഇതിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, സാറിന് റിസൾട്ട് കൊടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടും SEOനെ കുറിച്ചിട്ടും സാറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് അറിയാത്ത ഒരാളോട് നമ്മൾ ചോദിക്കുമോ? ചോദിക്കില്ല. സോ സ്റ്റാർട്ട് ടുഡേ തന്നെയാണ് ഇതിൻ്റെ ബേസിക് സാധനം. എന്തെങ്കിലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാതെ ഒന്നും പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്.